നമസ്കാരം. ചില സാഹചര്യങ്ങൾ ഒരിക്കലും മാറില്ല എന്നും ചില പ്രതിസന്ധികൾ ഒരിക്കലും മറികടക്കാൻ പറ്റില്ല എന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ നടന്ന ഒരു പുതിയ സംഭവ വികാസത്തിലൂടെ. നമ്മൾ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ആഗോള മരുന്ന് മാഫിയകൾ ലോകത്തുള്ള ജനതയുടെ ആരോഗ്യം വിവിധ തരത്തിൽ നശിപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തടയിടാൻ ആർക്ക് സാധിക്കും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ വിധിയെഴുതിയ കാര്യമാണ്. കാരണം ഭരണകർത്താക്കൾ, സർക്കാരുകൾ പോലും അവർക്ക് അനുകൂലമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആരാണ് അവരെ എതിർക്കുന്നത്? ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന വാർത്ത, അമേരിക്കൻ നിയുക്ത പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സെക്രട്ടറിയായിട്ട് റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ്. റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനെ ട്രംപ് അമേരിക്കയുടെ ആരോഗ്യ സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ചോദിച്ചേക്കും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്നത് വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ സ്ഥാനത്ത് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പിടിച്ചിരുത്തിയാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ ജേക്കബ് വടക്കഞ്ചേരി ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മാറി മറിയുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ശരിയായ ആരോഗ്യരംഗമായിട്ട് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ആ കസേരയിൽ ഇരുന്നാൽ മാറും. എന്നാൽ വീണ ജോർജിനെ പോലെ ഒരാൾ ഇരിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കപ്പെടുന്നത് ആഗോള മരുന്ന് മാഫിയകളുടെ താല്പര്യ സംരക്ഷണം മാത്രമാണ്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി കേരളത്തിൽ നിങ്ങൾക്കറിയാം ദീർഘകാലമായിട്ട് നമ്മുടെ ജനങ്ങളെ പലതരത്തിൽ ആരോഗ്യ വിഷയത്തിൽ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ കേരളത്തിലെ ഇന്നത്തെ മുഴുവൻ രോഗികളും രോഗാവസ്ഥയിൽ നിന്നും ആരോഗ്യത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വെറും ആഹാര ക്രമീകരണത്തിലൂടെ എങ്ങനെ അതിനെ മറികടക്കാം? മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓരോരോ മരുന്നുകളിലെ അപകടം എന്തൊക്കെയാണ്? വാക്സിനുകൾക്ക് പിന്നിലെ ചതിയും തട്ടിപ്പും എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് മലയാളികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതേക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അധ്വാനിച്ചുള്ള ഗവേഷണ ഫലങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച് നമ്മളെ അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്നത് പോലെ ഒരു ശ്രമം എൻ്റെ അറിവിൽ മറ്റാരും കേരളത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ശ്രീ ജേക്കബ് വടക്കഞ്ചേരിയെ പോലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹമാണ് ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ കേരളത്തിലുണ്ടാകുന്ന ആരോഗ്യരംഗത്തെ മാറ്റം അത്ഭുതാവഹമായിരിക്കും. എന്നാൽ അത് മരുന്ന് മാഫിയകൾക്ക് ശക്തമായ തിരിച്ചടിയുമായിരിക്കും. ഇതേപോലെയുള്ള ഒരു സാഹചര്യമാണ് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ജേക്കബ് വടക്കഞ്ചേരിയാണ്. അദ്ദേഹം ദീർഘകാലമായിട്ട് ഈ മരുന്ന് മാഫിയകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ആഹാര വസ്തുക്കൾ ഉണ്ടാക്കി അതിലൂടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഫുഡ് ഇൻഡസ്ട്രികൾക്കെതിരെ, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കീടനാശിനിയുടെ ഉപയോഗത്തിനെതിരെ, ഫുഡ് അഡിക്റ്റീവ്സിൻ്റെ ഉപയോഗങ്ങൾക്കെതിരെ ഒക്കെ നിരന്തരമായിട്ട് പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇത്തരക്കാരെയൊക്കെ ഈ കോർപ്പറേറ്റ് മാഫിയകൾ വിളിക്കുന്നത് കോൺസ്പിറസി തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ വാക്സിൻ വിരുദ്ധർ എന്നൊക്കെയാണ്. യാഥാർത്ഥ്യം പറയുന്ന ആൾക്കാരെ ഈ ലേവലൊട്ടിച്ച് അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ അവകാശരാകാൻ നോക്കുമ്പോൾ അത്തരക്കാർ പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിയുന്ന ചില നേതാക്കളുണ്ട്. അത്തരത്തിലൊരു നേതാവ് നമ്മുടെ കേരളത്തിലുമുണ്ട്, ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹം പ്രകൃതി ജീവനത്തിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 100 വയസ്സ് കഴിഞ്ഞു. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് അദ്ദേഹം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ ഉപദേശങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ അമേരിക്കയിൽ റോബർട്ട് എഫ് കെന്നഡി കമ്പനികളുടെ തട്ടിപ്പും മൂലം ഉണ്ടാകുന്ന അമേരിക്കക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പല മീഡിയകളും മുക്കിക്കളയും. അമേരിക്കയിൽ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഓട്ടിസം അവർക്ക് കൊടുക്കുന്ന വാക്സിനുകളുടെ അനന്തരഫലമാണെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പല ആൾക്കാരും നിത്യരോഗികളായിട്ട് മാറുന്നത് മരുന്ന് കമ്പനികളുടെ തന്ത്രം മൂലമാണെന്നതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആൾക്കാരാണ് രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസും ശരീരം തന്നെ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളും എല്ലാം രോഗമാണെന്ന് ധരിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ ചതികളെല്ലാം സൃഷ്ടിക്കുന്നത് മെഡിക്കൽ മാഫിയകളാണ്. ഇപ്പോൾ റോബർട്ട് എഫ് കെന്നഡി അടുത്ത ആരോഗ്യ സെക്രട്ടറി ആകാൻ പോകുന്നു എന്ന വാർത്ത വന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ മരുന്ന് ഭീമന്മാരുടെയൊക്കെ ഷെയർ വാല്യൂ കുത്തനെ ഇടിച്ചു കഴിഞ്ഞു. അവരുടെ നെഞ്ചിൽ ഇടുത്തി പോലെയാണ് ഈ തീരുമാനം ട്രംപ് പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ശ്രീ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മാഫിയകൾക്ക് അതിശക്തമായ തിരിച്ചടിയായിട്ട് മാറും എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അവർ വളരെ ശക്തമായിട്ട് തന്നെ നീക്കം നടത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ കൊന്നുകളയാൻ പോലും അവർ മടിക്കില്ല. അദ്ദേഹത്തെ മാത്രമല്ല, റോബർട്ട് എഫ് കെന്നഡി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന വാർത്ത ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയ്ക്ക് ശക്തമായ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അവരാണ് ഈ മാഫിയകളുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശക്തി. അതേപോലെ തന്നെ മറ്റൊന്നാണ് WHO, ലോകാരോഗ്യ സംഘടന എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ലോക അനാരോഗ്യ സംഘടന. ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് വമ്പൻ മരുന്ന് കമ്പനികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ലോകത്തിലെ പബ്ലിക്കിന്റെ താല്പര്യം, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ റോബർട്ട് എഫ് കെന്നഡി FDA ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന രീതികൾ തുടരാനാണ് ഭാവമെങ്കിൽ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സ്വന്തം ബാഗുകൾ തയ്യാറാക്കി വെക്കുക. ശക്തമായ വാണിംഗ് ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ആരോഗ്യ രംഗത്ത് അതുപോലെ തന്നെ ഭക്ഷ്യ വിതരണ രംഗത്ത്, ഭക്ഷ്യ ഉത്പാദന രംഗത്ത് വളരെ സമഗ്രമായ ഒരു മാറ്റം ശ്രീ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇങ്ങനെ അമേരിക്കയിലെ സിനാറിയോ മാറിക്കഴിഞ്ഞാൽ, അമേരിക്കയിലെ ആരോഗ്യരംഗത്തിന്റെ പ്രവണത, തെറ്റായ പ്രവണത മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകത്തെമ്പാടും തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലെ കണ്ണുപൊട്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഒരുപക്ഷെ ട്രംപിനും റോബർട്ട് എഫ് കെന്നഡിക്കും സാധിക്കും. എന്നാൽ ഇവർ അതെല്ലാം അവഗണിച്ചുകൊണ്ട് മരുന്ന് മാഫിയകളുടെ പിന്നാലെ തന്നെ പോയി ജനങ്ങളെ ചതിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ തിരിച്ചറിയണം, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ ആരോഗ്യത്തെ അനാരോഗ്യമാക്കി മാറ്റി അതിലൂടെ മുതലെടുക്കുന്ന ആൾക്കാരുടെ ഇരകളായിട്ട് നമ്മൾ നിൽക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് അമേരിക്കയിൽ വന്നിരിക്കുന്ന ഈ വളരെ വിപ്ലവകരമായ മാറ്റം അടുത്ത 4 കൊല്ലം മാത്രമല്ല, തുടർന്നങ്ങോട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഈ 2 വ്യക്തികൾക്ക് വേണ്ടി, അതായത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയും അതുപോലെ തന്നെ റോബർട്ട് എഫ് കെന്നഡിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം അവരുടെ ജീവനാപത്തുണ്ട്. അവർ ഇപ്പോൾ നിലപാടെടുക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, അമേരിക്കയിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അവർ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കേണ്ടതും അവരുടെ നയങ്ങൾ നടപ്പിലാകേണ്ടതും നമ്മുടെ കൂടി ആവശ്യമാണ്. താങ്ക് യു.